ശൈത്യയുടെ കുനുട്ട് കാണിച്ചു തരാനാണ് കേസ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അനുമോൾക്ക് കപ്പ് കിട്ടുമ്പോൾ നമ്മുടെ ലക്ഷ്മിയും അതേപോലെ തന്നെ മസ്താനിയൊക്കെ പെട്ടെന്ന് നീക്കുന്നുണ്ട്. നമ്മളെ ശൈത്യയ്ക്ക് അതൊന്നും ദഹിച്ചിട്ടില്ല. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. നോക്കി നോക്കൂ, ശൈത്യയുടെ എക്സ്പ്രഷൻ നോക്കി നോക്കൂ. ഒന്ന് അഭിനയിക്കുകയും ചെയ്തൂടെ? ഈ രണ്ടാം വട്ടം അത് ക്യാമറ അനുമോളത്തേക്ക് പോയിട്ട് പിന്നെയും ഇവരെ കാണിക്കുന്നുണ്ട്. അപ്പോഴും അവൾക്ക് ഈ ശൈത്യയ്ക്ക് നീക്കാനായിട്ട് വയ്യ. മനസ്സിൽ കുനിട്ട് വെച്ച് ഞാൻ സൂം ചെയ്യുന്നുണ്ട്. നോക്കി നോക്കൂ, മനസ്സിൽ കുനിട്ട് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാം. കാരണം ഒരു ഫ്രണ്ടായിട്ട് ഫസ്റ്റത്തെ ഒരു 2-3 ആഴ്ച ഫ്രണ്ടായിട്ട് കൂടെ നിന്ന ഒരാളാണ് ഈ കാണിക്കണതെന്ന് കൂടി നിങ്ങൾ ഓർക്കണം. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ആവാൻ സാധിക്കുമോ? അത്യാവശ്യം ജയിക്കുമ്പോൾ നീച്ച് നിന്ന ഒരു മര്യാദയ്ക്കൊന്നും ചിരിച്ച് കൈയടിക്കാനുള്ള ഒരു ചെറിയൊരു മര്യാദ, അത് മനസ്സിൽ അത്രയും വിഷമമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കാണെങ്കിൽ ഇങ്ങനെയൊന്നും സാധിക്കില്ല. നമ്മൾ ഒരു ദിവസം ഇത്രയും പരിചയമുള്ള ഒരാൾ എന്തോ ആയിക്കോട്ടെ, PR എന്നല്ല പാവം, PR-ന്റെ ബലത്തിൽ മാത്രമാണ് അനുമോൾ ജയിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളും അങ്ങനെ വിചാരിക്കുന്നു കരുതുന്നില്ല. കാരണം പ്രേക്ഷകർ വോട്ട് ചെയ്യാതെ, പ്രേക്ഷകരുടെ ഒരു സമ്പൂർണ്ണ സപ്പോർട്ടില്ലാതെ അനുമോൾ വിജയിക്കില്ല. കാരണം ശൈത്യയുടെ ആ മനസ്സിലെ ആ ഒരു അവികൃതമായ ഒരു മനസ്സാണ് അവിടെ തുറന്ന് കാണിക്കുന്നത്. ഇതേപോലെ ഒരു അമൃത ടിവിയുടെ പരിപാടിക്ക് ഇതേപോലെ 5ാം സ്ഥാനം കിട്ടിയിട്ട് കപ്പ് വാങ്ങാതെ പോയൊരു ശൈത്യയുടെ വീഡിയോ ഈ ഇടയ്ക്ക് ഇങ്ങനെ കുത്തിപ്പൊങ്ങി കണ്ടിരുന്നു. എന്തായാലും അനുമോൾ കപ്പെടുത്തതിൽ വളരെ സന്തോഷം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടിയെ അതിൽ സർവൈവ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കാരണം എല്ലാവരും ഒറ്റക്കിട്ട് കുറ്റപ്പെടുത്തുമ്പോഴും അതേപോലെ തന്നെ ഒറ്റക്കിട്ടിട്ട് കരയിപ്പിക്കുമ്പോഴും ഒക്കെ അതിനുള്ളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന നമ്മൾ വിചാരിച്ചു പോയിട്ടുണ്ട് ആ കുട്ടി ജയിക്കാമെന്ന്. എന്തായാലും ജയിച്ചതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുള്ളൂ. നിങ്ങൾക്ക് അനുമോൾ ജയിച്ചതിൽ എന്താണ് പറയാനുള്ളത്? ശരിക്കും അനീഷും ഡിസർവിംഗ് ആണ്. അനീഷും നല്ലൊരു കോമണറായി വന്നിട്ട് ഇത്രയും ദിവസം 100 ദിവസം പിടിച്ചു നിന്ന് തന്നെ അനീഷിനൊരു കപ്പ് എടുത്ത പോലെ തന്നെയാണെങ്കിൽ കൂടി അനുമോളുടെ ആ സർവൈവ് അത് ഈ കാണുന്ന നൂറയും ആദിലയും ലാസ്റ്റിക്ക് ഒറ്റപ്പെടുത്തിയ കുട്ടീനെ ഒറ്റപ്പെടുത്തിയിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു ആദിലയും നൂറയും.